ഹൂ, നാശം. ഇവൾക്ക് കിടന്നുറങ്ങിക്കൂടെ? തലയിൽ കെട്ടിയ തോർത്ത് അഴിച്ച് അരിശത്തോടെ കുടഞ്ഞ് വർക്കിച്ചൻ തറയിൽ ആഞ്ഞു ചവിട്ടി ഇറങ്ങി നടന്നു. ട്രേസ്യാമ്മയുടെ ചീത്തവിളി വീണ്ടും ഉച്ചത്തിലായി. ഒരു ശകല അന്തിക്കള്ള് കുടിച്ചതിനാണ് ഈ കോലാഹലം. ഇനി ഇത് മതി ഒരാഴ്ചത്തേക്ക് അവൾക്ക് അലറി വിളിക്കാൻ. പണി കഴിഞ്ഞ് വരുന്ന വഴി ഷാപ്പിൻ്റെ മുന്നിൽ നിന്നും മത്തായി വിളിച്ചപ്പോൾ ഒന്ന് കയറിയത് അബദ്ധമായി. വേണ്ടായിരുന്നു. അയാൾ പിറുപിറുത്തു. ഇനിയിപ്പോൾ വീട്ടിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മത്തായി നിർബന്ധിച്ചപ്പോൾ 2 ഗ്ലാസ് കള്ള് കുടിച്ചു. ഇത്രയും പ്രശ്നമാവുമെന്ന് വിചാരിച്ചില്ല. വീണ്ടും ഉച്ചത്തിൽ വീട്ടിൽ നിന്നും ട്രേസിയുടെ ശകാര വാക്കുകൾ ഉയർന്നു കേട്ടു. വന്നു കയറിയപ്പോൾ തുടങ്ങിയതാണ്. അയാൾ കുറച്ചു നേരം വീട്ടിലേക്ക് നോക്കി നിന്നു. ഇനി ഉടനെയൊന്നും ഇത് അവസാനിക്കുക. അതാണല്ലോ പതിവ്. വർക്കിച്ചൻ വേലിക്കെട്ട് കടന്ന് പുറത്തേക്കിറങ്ങി. മുന്നിൽ കറുത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന പഞ്ചായത്ത് റോഡ്. അങ്ങോട്ടേക്ക് അയാൾ ഇറങ്ങി നടന്നു. റോഡിൻ്റെ ഇരുവശവും നിൽക്കുന്ന മരച്ചില്ലകളിൽ ഏതൊക്കെയോ പക്ഷികൾ കരയുന്നുണ്ട്. തോർത്ത് കുടഞ്ഞ് തലയിൽ കെട്ടി അയാൾ പതിയെ നടക്കുവാൻ തുടങ്ങി. നേരം ഒരുപാട് വൈകിയിരിക്കുന്നു. കനത്ത ഇരുട്ടാണ് മുന്നിൽ. അയാളുടെ ചുവടുകളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ തരംഗങ്ങളായി. മുന്നിൽ അരണ്ട വെളിച്ചമുണ്ട്. പക്ഷേ ഇരുട്ടിനാണ് ശക്തി കൂടുതൽ. കണ്ണുകൾ തുറച്ചു പിടിച്ച് വർക്കിച്ചൻ നടന്നു. വലിയ പള്ളിയുടെ മുൻപിലൂടെ കടന്നു പോകുന്ന മെയിൻ റോഡിലൂടെയാണ് അയാളുടെ നടത്തം. കുറഞ്ഞത് 1/2 കിലോമീറ്ററെങ്കിലും നടക്കണം. ത്രേസ്യയുമായി വഴക്കിടുമ്പോൾ അങ്ങനെ ഒരു യാത്ര അയാൾക്ക് പതിവാണ്. ത്രേസ്യയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കർത്താവിന് മാത്രമേ കഴിയൂ എന്ന് വർക്കി തിരിച്ചറിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായി. ഇനി കർത്താവ് തന്നെ ശരണം. അയാൾ പതിയെ പള്ളിയിലേക്ക് നടന്നു. ദൂരെ ഒരു നായ ഉറക്കെ കൂവി. ഇരുട്ടിൻ്റെ കനത്ത പുതപ്പിൽ മൂടി വഴി നീണ്ടു നിവർന്നു കിടന്നു. പള്ളി വരെ നടക്കാം. അപ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. ത്രേസ്യ ഉറക്കം പിടിക്കാനുള്ള സമയം. റോഡിൻ്റെ ഇരുവശങ്ങളിലും കുറ്റിക്കാടുകൾ നിറഞ്ഞിരിക്കുന്നു. എന്നാ ഒരു ഇരുട്ടാണ്. ഇന്ന് വാവാണ്. ഒരു നക്ഷത്രം പോലുമില്ല. മാനത്തേക്ക് നോക്കി വർക്കി പരിഭവിച്ചു. ഒരു കണക്കിന് താമസല്ലോ സുഖപ്രദം. അയാൾക്ക് സുപരിചിതമായ വഴിയാണ്. പക്ഷേ എന്തോ ഒരു വല്ലായ്മ, ഒരു പരിഭ്രമം അയാളുടെ മനസ്സിൽ കടന്നുകൂടി. അയാളുടെ ചിന്തകൾക്ക് വഴിയിലെ കൂരിരുട്ട് കൂടുതൽ കരുത്തു നൽകി. വർക്കിക്ക് വഴി തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് തോന്നി. അയാൾ നിന്നു. കണ്ണുകൾ ചിമ്മിത്തുറന്ന അയാൾ വീണ്ടും തുറച്ചു നോക്കി. എന്തോ ഒരു ഇരുട്ടാണിത്. വെളിച്ചത്തിൻ്റെ തരി പോലും കാണാനില്ല. കുറച്ചു നേരം ഇരുട്ടത്ത് നടക്കുമ്പോൾ സാധാരണ ഇരുട്ടുമായി പൊരുത്തപ്പെട്ട് ചെറിയ കാഴ്ചകൾ ഉണ്ടാകാറുണ്ട്. ഇതെന്താണ് ഇന്നിങ്ങനെ? എന്തോ ഒരു വല്ലായ്മ പോലെ. ചിലപ്പോൾ കുടിച്ച കള്ളിൻ്റെ ആകാം. ഒരുപാട് നാൾ കൂടിയാണ് അല്പം പനങ്കള്ള് കുടിച്ചത്. ഇനി അതിൻ്റെ ആയിരിക്കും. അയാൾ നിന്നു. ഒരു ബീഡിക്ക് തീ കൊടുത്തു. പുകയൂതിക്കൊണ്ട് വീണ്ടും നടന്നു. മുന്നോട്ട് പോകും തോറും മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരുന്നു. ഇപ്പോൾ അയാൾ പാതി വഴി പിന്നിട്ടിരിക്കുന്നു. കുറച്ചുകൂടി നടന്നാൽ തൻ്റെ ഇടവകയായി. വളരെ പഴക്കം ചെന്ന ഒരു പള്ളിയാണ്. അവിടെ റോഡിനോട് ചേർന്നുള്ള പടിക്കെട്ടുകൾ കയറിയാൽ പള്ളിമുറ്റത്തെത്താം. നടയിൽ കുറച്ചു നേരം വിശ്രമിക്കണം. എന്നിട്ട് തിരിച്ചു പോരണം. അപ്പോഴേക്കും ത്രേസ്യ ഉറക്കം പിടിച്ചിട്ടുണ്ടാവും. അയാളുടെ ചിന്തകളെ തകർത്തുകൊണ്ട് കുറച്ചകലെ നിന്നും ഒരു നായ ഉച്ചത്തിൽ കൂവി. ദൂരെ നിന്നും
അതിന് മറുപടി പോലെ മറ്റു നായ്ക്കളും അതോടൊപ്പം ചേർന്നു. ചെറിയ ഒരു വളവ് തിരിഞ്ഞ് അയാൾ മുന്നോട്ട് പോയി. ഇരുട്ടിൽ തപ്പിപ്പിടിച്ചാണ് വർക്കിയുടെ നടത്തം. വഴിയോടുള്ള പരിചയം അയാളുടെ ചുവടുകളെ കൂടുതൽ ദൃഢമാക്കി. അല്പം അകലെയായി ഉയർന്നു നിൽക്കുന്ന കുരിശും മണിമേടയും കാണാം. ഉയർന്ന മതിൽക്കെട്ടിന് മുകളിൽ നിന്നും ചെറിയ വെളിച്ചം റോഡിലേക്ക് ചിതറി വീഴുന്നുണ്ട്. മതിൽക്കെട്ടിന് ഇടതുവശത്തായി തെമ്മാടിക്കുടിയിലേക്ക് പോകുന്ന വഴി. ഒരു കാലത്ത് അസ്വാഭാവിക മരണം സംഭവിച്ച ആളുകളെ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യുവാൻ അനുവദിച്ചിരുന്നില്ല. അത്തരം മൃതദേഹങ്ങൾ സംസ്കരിക്കുവാനായി പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നു. ആ സ്ഥലങ്ങളെയാണ് തെമ്മാടിക്കുഴികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ സ്ഥലം തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു സംവിധാനം ഉള്ളതായി അറിയില്ല. പള്ളിയുടെ മതിൽക്കെട്ടിന് ഇടതുവശം ചേർന്ന് വീതി കുറഞ്ഞ ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴി അവസാനിക്കുന്നത് തെമ്മാടിക്കുടിയിലാണ്. അവിടമാകെ കാട് പിടിച്ച അവസ്ഥയിലാണ്. വർക്കിച്ചൻ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. പള്ളിയുടെ വലിയ മതിൽക്കെട്ടിൻ്റെ ചുവട്ടിൽ ഇരുട്ടിൽ കുറച്ചു മുന്നിലായി കിതച്ചുകൊണ്ട് ഒരു നായ പ്രത്യക്ഷപ്പെട്ടു. കണ്ണ് കാണാത്ത ആ ഇരുട്ടിൽ അതിൻ്റെ കിതപ്പ് ഉറക്കെ കേൾക്കാമായിരുന്നു. ആ ഇരുട്ടത്തും അതിൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങുന്നുണ്ടായിരുന്നു. വർക്കിയുടെ മുന്നിൽ നിന്ന് അത് ഉറക്കെ കൂവി. തറയിൽ നിന്നും പരതിയെടുത്ത കല്ലുകൊണ്ട് അതിൻ്റെ നിഴലിനെ ലക്ഷ്യമാക്കി വലിച്ചെറിഞ്ഞു. അതെവിടെയോ അപ്രത്യക്ഷമായി. വർക്കി ചുറ്റും നോക്കി. വല്ലാത്തൊരു ഗന്ധം തനിക്ക് ചുറ്റും പടരുന്നു. ഇരുട്ടിൽ അയാളുടെ കണ്ണുകൾ ലക്ഷ്യമില്ലാതെ പരതിക്കൊണ്ടിരുന്നു. കാരണമില്ലാത്തൊരു ഭയം അയാളെ ഗ്രസിക്കുവാൻ തുടങ്ങി. മതിൽക്കെട്ടിന് മുകളിലൂടെ ചിതറി വീഴുന്ന നേർത്ത പ്രകാശത്തെ തെമ്മാടിക്കുടിയിലേക്കുള്ള വഴിയിൽ ഒരു വലിയ നിഴൽ നിൽക്കുന്നത് അയാൾ കണ്ടു. വർക്കിക്ക് ഒരു ഉൾക്കിടിലമുണ്ടായി. അയാൾ സ്തംഭിച്ചു നിന്നു. ഏയ്! വല്ലാത്തൊരു ശബ്ദത്തോടെ ആ രൂപം വീണ്ടും വിളിക്കുന്നു. അതിനെ കടന്നു വേണം പള്ളിയിലേക്ക് പോകാൻ. ആ രൂപം അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. തിരിച്ചു പോയാലോ? ഭയത്തോടെ വർക്കി ഒരു നിമിഷം ചിന്തിച്ചു. ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ വർക്കി മെല്ലെ അതിനടുത്തേക്ക് ചുവടുകൾ വെച്ചു. അതിനോട് അടുക്കുംതോറും രൂക്ഷഗന്ധം അയാളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. ആ രൂപത്തിന് അടുത്തെത്തിയ വർക്കി ശ്രദ്ധിച്ചു നോക്കി. അതൊരു മനുഷ്യനാണ്. വർക്കിയുടെ ശ്വാസം നേരെയായി. അയാൾ ആശ്വാസത്തോടെ ആ രൂപത്തിനടുത്തേക്ക് ചെന്നു. അതിൻ്റെ മുഖത്തേക്ക് നോക്കി. തിളക്കമുള്ള കണ്ണുകൾ, താടിയും മീശയും നീട്ടി വളർത്തിയ പ്രാകൃതമായൊരു രൂപം. പൊട്ടനോ ഭ്രാന്തനോ എന്താണെങ്കിലും മനുഷ്യനാണ്. ശ്രദ്ധിച്ചാണ് വർക്കി മുന്നോട്ട് ചെന്നത്. പേടിച്ചോ? ആ രൂപം ചോദിച്ചു. വർക്കി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ആരാ? എന്താ ഇരട്ടത്ത് നിൽക്കുന്നത്? അയാളുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വർക്കി ചോദിച്ചു. അയാൾ ചിരിച്ചു. ഒരു ബീഡി ഉണ്ടെങ്കിൽ തരൂ. രൂക്ഷമായൊരു ഗന്ധം അവരെ തട്ടി കടന്നുപോയി. മടിക്കുത്തിൽ നിന്നും ബീഡിപ്പൊതിയെടുത്ത് വർക്കി അയാളുടെ നേരെ നീട്ടി. അയാൾ കൈനീട്ടി അത് വാങ്ങി. നീട്ടി വളർത്തിയ കറുത്ത നഖങ്ങൾ അരണ്ട പ്രകാശത്തിൽ കാണാം. തണുത്തു മരവിച്ച അയാളുടെ കൈകളിൽ തൊട്ട വർക്കി പെട്ടെന്ന് കൈകൾ പിൻവലിച്ചു. ബീഡിപ്പൊതി തറയിലേക്ക് വീണു. ബീഡി പോയല്ലോ. വർക്കി പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും തീപ്പെട്ടിയെടുത്ത് 2 തീപ്പെട്ടിക്കൊള്ളികൾ ചേർത്ത് വെച്ച് ഉരച്ച് കത്തിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ
തറയിലേക്ക് വീണ ബീഡിപ്പൊതി തിരഞ്ഞു. നടുക്കത്തോടെ വർക്കി ആ കാഴ്ച കണ്ടു. തൻ്റെ എതിരെ നിൽക്കുന്ന രൂപത്തിൻ്റെ കാലുകളുടെ സ്ഥാനത്ത് പോത്തിൻ്റെ കാലുകൾ. ഒരു നിലവിളി അയാളുടെ തൊണ്ടയിൽ കുരുങ്ങി. അടുത്ത നിമിഷം കഴുത്തിന് പിന്നിൽ ശക്തമായ ഒരു അടി കിട്ടി. കണ്ണിൽ ഇരുട്ട് കയറിയ വർക്കി തറയിലേക്ക് കമിഴ്ന്നു വീണു. പിറ്റേന്ന് പ്രഭാതത്തിൽ കവലയിലെ തങ്കപ്പച്ചേട്ടൻ്റെ ചായക്കടയിൽ ചർച്ചകൾ ആ സംഭവത്തെ പറ്റിയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാ വർക്കി രക്ഷപ്പെട്ടത്. അയാളുടെ പുറത്ത് നീല നിറത്തിൽ ഒരു വലിയ പാട് പതിഞ്ഞു കിടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ബോധം വീണ ഈ നേരം വരെ വർക്കി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കണ്ണും തുറച്ച് ഭിത്തിയിലേക്ക് നോക്കി ഒറ്റയിരിപ്പ്. ദാസപ്പൻ പറഞ്ഞു, വല്ലതും കണ്ട് പേടിച്ചതായിരിക്കും. അങ്ങനെ ബോധം പോയതാ. തെമ്മാടിക്കുഴിയിലേക്കുള്ള വഴിയിലല്ലേ കടന്നത്. തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞു, കഷ്ടമായി പോയി. ഇന്നലെ ഞങ്ങൾ ഒന്നിച്ച് 2 ഗ്ലാസ് കള്ളു കുടിച്ച് പിരിഞ്ഞതാ. മത്തായി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ഇനി ത്രേസിച്ചേട്ടത്തി വല്ല ഗീറും വെച്ച് കൊടുത്താണോ? ചെത്തുകാരൻ ചന്ദ്രൻ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. അതൊന്നുമല്ലെന്നേ, ഇത് വേറെന്തോ സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ റോഡിൽ വന്ന് ബോധമില്ലാതെ കിടക്കുമോ? അതും ശരിയാ. ചന്ദ്രൻ ശരിവെച്ചു. ഒരു ചായ തങ്കപ്പ. കുറുപ്പേട്ടൻ കയ്യിലിരുന്ന കുട ഉത്തരത്തിൽ തൂക്കി ചായക്കടയുടെ അകത്തേക്ക് കയറി. അറിഞ്ഞോ കുറുപ്പേട്ട, നമ്മുടെ വർക്കിയുടെ കാര്യം. പള്ളിയുടെ മുമ്പിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ഞാൻ അയാളെ കണ്ടിട്ട് വരുന്ന വഴിയാ. അയാൾ വല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്നും സംസാരിക്കുന്നില്ലെന്നാണല്ലോ കേട്ടത്. അത് ചിലപ്പോൾ ചേട്ടത്തിയെ പേടിച്ചിട്ടായിരിക്കും, ചന്ദ്രൻ പറഞ്ഞു. അത് കേട്ട് ചിരിച്ചെങ്കിലും കുറുപ്പേട്ടൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി. നന്നായി പേടിച്ചിട്ടുണ്ട് വർക്കി. അയാൾക്ക് സംഭവിച്ചത് അത്ര നിസ്സാരമായ കാര്യമല്ല. പിച്ചും പേയും പറയുന്നുണ്ട്. പെട്ടെന്നുണ്ടായ ഷോക്ക് കൊണ്ടാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയണ്ടേ? അത് വർക്കി പറയണം. അപ്പോൾ സംസാരിച്ചു തുടങ്ങിയോ? കുറച്ച് വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പോത്തും കാലെന്നോ ഒക്കെ പറയുന്നു. പോത്തുകാലോ? ഇനി പോത്ത് ഒഴിച്ചാണോ വർക്കി വീണത്? തങ്കപ്പൻ ചോദിച്ചു. പള്ളിപ്പറമ്പി എവിടെയാണോ പോത്ത്? ഇരുവല്ല കള്ളിലെ വിഷവും. ഓടോ, നിങ്ങൾ 2 കൂടിയല്ലേ ഇന്നലെ കുടിച്ചത്. എന്നിട്ട് തൻ്റെ ബോധം പോയില്ലല്ലോ. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ബോധമുള്ളവർക്കല്ലേ അത് പോവുള്ളൂ, തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞു. ഞാൻ ചെത്തിയ കള്ളു കുടിച്ചിട്ട് ആർക്കും ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. പരിഭവത്തോടെ ചന്ദ്രൻ പറഞ്ഞു. വർക്കിയെ ഒന്ന് പോയി കാണണമല്ലോ. കണ്ടിട്ടെന്തിനാ? അയാൾ പലരെയും തിരിച്ചറിയുന്നില്ല. കഴുത്തിന് പിന്നിൽ ഒരു വലിയ പാടുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ സ്വഭാവത്തിൽ വ്യത്യാസം വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇപ്പോൾ അയാൾക്ക് എല്ലാത്തിനോടും ഒരു ഭയം പോലെയാണ്. പിന്നെ മത്തായിച്ചോ, താൻ ചെല്ലാതെ ഇരിക്കുന്നതാണ് നല്ലത്. വർക്കിയോട്ട് തന്നെ തിരിച്ചറിയത്തുമില്ല. ത്രേസിച്ചടത്ത് തന്നെ തിരിച്ചറിയുകയും ചെയ്യും. പിന്നെ തൻ്റെ ബോധം പോകും. കുറുപ്പേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഗൗരവത്തിൽ ഇരിക്കുന്ന കുറുപ്പിനെ നോക്കി തങ്കപ്പൻ ചോദിച്ചു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് പോത്തുകാലെന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ആ, പണ്ട് ഇവിടെയൊക്കെ ഒടിയന്മാരുടെ താവളമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ പണ്ടല്ലേ, ഒരുപാട് പഴക്കമൊന്നും ആയില്ല. അന്നത്തെ ജനങ്ങൾ സംഘടിച്ച് അവരെയൊക്കെ കൂട്ടത്തോടെ നാട് കടത്തി വിടുകയാണ് ചെയ്തത്. ഇനി അങ്ങനെ വല്ലതും ആണോ? ആവാം. അതോ ഇനി മറ്റു വല്ലതും? എന്ത്? ഒന്നുമില്ല. ആ, എന്തായാലും വർക്കിക്ക് സുഖമാകട്ടെ. അയാൾ പറയട്ടെ. അപ്പം അറിയാലോ കാര്യം. ആ ദിവസം കടന്നുപോയി. നാട് മുഴുവൻ സംസാര വിഷയമായ പോത്തുകാൽ. പിന്നീടുള്ള ദിവസങ്ങളിൽ പലരും അതുവഴിയുള്ള രാത്രി സഞ്ചാരം കുറച്ചു. പലരും രാത്രി പുറത്തിറങ്ങാതെയായി. ഭയം മിക്കവാറും എല്ലാവരെയും തന്നെ പിടികൂടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വർക്കിച്ചൻ തിരികെ വീട്ടിലെത്തി. ത്രേസിച്ചേടത്തിയെ പേടിച്ച് ആരും ആ വീട്ടിലേക്ക് പോയില്ല. ദിവസങ്ങൾ കടന്നുപോയി. പെയിന്റിംഗ് ഷെഡിലെ സിമെന്റ് ബെഞ്ചിൽ കുത്തിയിരുന്ന മത്തായി പറഞ്ഞു. കുറേ ദിവസമായില്ലേ ചന്ദ്ര?
നമുക്കൊന്ന് കാണണ്ടേ വർക്കിയെ? എൻ്റെ പൊന്നു ചേട്ടാ, ഞാനില്ല. ആ ചേട്ടത്തി വർക്കി വീണ കുറ്റവും കള്ളു കുടിച്ച കുറ്റവും എല്ലാം കൂടെ നമ്മുടെ തലയിലേക്ക് കയറ്റി വെക്കും. ഇപ്പം തന്നെ അതിലേ വരുമ്പോൾ അവരുടെ ഒരു തുറച്ചു നോട്ടമുണ്ട്. ചന്ദ്രൻ സൈക്കിളിൽ കയറി. പോവാണോ? മത്തായി ചോദിച്ചു. ഇന്ന് പടം മാറുന്ന ദിവസമാണ്. സെക്കൻഡ് ഷോ ഉണ്ട്. പടത്തിന് പോകണം. മോഹൻലാലിൻ്റെ പടമാണ്. മുകുന്ദേട്ടാ, സുമിത്ര വിളിക്കുന്നു. അത് വേണോ ചന്ദ്ര? ഷോ കഴിഞ്ഞ് അതുവഴിയാണ് നിനക്ക് വീട്ടിൽ പോകേണ്ടത്. പള്ളിമുറ്റത്തൂടെ പോകുമ്പോൾ രാത്രി പോത്തുംകാല് വരും. ചന്ദ്ര, പോത്തുംകാല് വിളിക്കുന്നു. ഒന്ന് പോടാ മത്തായി. വർക്കിയുടെ അനുഭവം അറിയാലോ. ആ, ഇതാ ചേട്ടത്തി അയാളെ പെടലിക്ക് പൊട്ടിച്ചാണെന്നേ. വല്ല ഒലക്കേക്കും കുത്തിയതായിരിക്കും. പോത്തുംകാല്, മാങ്ങാത്തൊരി. ചന്ദ്രൻ സൈക്കിൾ ആഞ്ഞു ചവിട്ടി. രാത്രി. സെക്കൻഡ് ഷോ കഴിഞ്ഞു. ആളുകൾ പിരിഞ്ഞു തുടങ്ങി. സൈക്കിളിൽ കയറി ചന്ദ്രൻ മുന്നോട്ട് നീങ്ങി. ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്ന വീതി കുറഞ്ഞ റോഡ്. സൈക്കിളിൻ്റെ ഡൈനാമോയുടെ പ്രകാശം ഇരുട്ടിനെ നെടുകെ പിളർന്നു. മൂളിപ്പാട്ടും പാടി ചന്ദ്രൻ സൈക്കിൾ ആഞ്ഞു ചവിട്ടി. നിശബ്ദതയാണ് ചുറ്റും. അതിനെ ഭേദിച്ചുകൊണ്ട് എവിടെ നിന്നോ ദൂരെ വർക്കിയുടെ വീട്ടിലെ വെളിച്ചം കാണാം. സൈക്കിളിൻ്റെ വേഗത കുറയുന്നതനുസരിച്ച് ഡൈനാമോയുടെ വെളിച്ചവും കുറഞ്ഞു വന്നു. വർക്കിയുടെ വീടിനോട് അടുക്കുന്തോറും ത്രേസ്യ ചേട്ടത്തിയുടെ ശബ്ദം ഉയർന്നു കേൾക്കാം. ഇവർക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ. ദൈവമേ, വർക്കിയെ കാത്തോളണേ. ചന്ദ്രൻ അവരുടെ വീടിന് മുന്നിലൂടെ കടന്നുപോയി. മരങ്ങൾ തിങ്ങി നിറഞ്ഞ റോഡിൽ ഇരുവശവും കനത്ത ഇരുട്ടാണ്. വൃത്തത്തിൽ റോഡിൽ പതിഞ്ഞ പ്രകാശത്തോടെ സൈക്കിൾ മുന്നോട്ട് നീങ്ങി. ദൂരം പിന്നിടും തോറും നായ കൂവൽ തുടരുകയാണ്. അത് അടുത്തടുത്ത് വരുന്നത് പോലെ തോന്നുന്നു. പള്ളിയോട് അടുത്തെത്തിയ ചന്ദ്രന് പള്ളിയുടെ വലിയ മതിലിന് മുകളിലൂടെ ചിതറിത്തെറിക്കുന്ന പ്രകാശം കാണുവാൻ കഴിയുന്നുണ്ട്. വലിയ കറുത്തിരണ്ട നിഴലായി വലിയ പള്ളി ശിരസിൽ കുരിശു വഹിച്ച് നിവർന്നു നിന്നു. സൈക്കിൾ തെമ്മാടിക്കുഴിയിലേക്ക് പോകുന്ന വഴിയുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. വർക്കി വീണ് കിടന്ന വഴി. നായ്ക്കൾ കൂട്ടത്തോടെ കൂവി തിമിർക്കുകയാണ്. ഇതെന്തു പറ്റി ഈ നായ്ക്കൾക്ക്? അല്പം അകലേക്ക് പതിക്കുന്ന ഡൈനാമോയുടെ അരണ്ട വെളിച്ചത്തിൽ തെമ്മാടിക്കുഴിയുടെ വഴിയരികിൽ നിൽക്കുന്ന കറുത്ത രൂപത്തെ സൈക്കിളിലിരുന്ന ചന്ദ്രൻ ശ്രദ്ധിച്ചു. അയാളുടെ നെറ്റിച്ചൊളിഞ്ഞു. ആ വഴിയിൽ അതാരാണ്? ആ രൂപം കൈനീട്ടി. അതിന് സമീപത്തേക്ക് എത്തവേ ഡൈനാമോയുടെ വെളിച്ചത്തിൽ ഒറ്റ നോട്ടത്തിൽ പോത്തിൻ്റെതിന് സമാനമായ കാലുകളാണ് ആ രൂപത്തിനെന്ന് ചന്ദ്രൻ കണ്ടു. മൂക്കിലേക്ക് മാംസമഴുകിയ മനം മടുപ്പിക്കുന്ന ഗന്ധം കടന്നു കയറി. ഒരു ഉൾക്കിടിലം അയാൾക്കുണ്ടായി. റോഡിലേക്ക് കൈകൾ വിരിച്ചു പിടിച്ച് കയറുന്ന ആ രൂപത്തിനടുത്തു നിന്നും വല്ലാത്തൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ചന്ദ്രൻ സൈക്കിൾ വെട്ടിച്ചു മാറ്റി. സൈക്കിൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് മുന്നോട്ട് ആഞ്ഞു ചവിട്ടിയ അയാളുടെ പിന്നാലെ എത്തിയ രൂപം സൈക്കിളിൻ്റെ പിന്നിൽ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. സർവശക്തിയും സംഭരിച്ച് ചന്ദ്രൻ പള്ളിയുടെ മുമ്പിലെ വെളിച്ചത്തിലേക്ക് കുതിച്ചു. അയാൾ ആ വെളിച്ചത്തിലൂടെ അലറി വിളിച്ചുകൊണ്ട് പാഞ്ഞുപോയി. ഇരുട്ടിൽ അയാളെ പിന്തുടർന്ന രൂപം വെളിച്ചമെത്തിയപ്പോൾ പിൻവാങ്ങി. അറിഞ്ഞോ മത്തായി? ചന്ദ്രനെ പോത്തുംകാലം ഓടിച്ചു. പനിച്ച ആശുപത്രിയില്ല. കടയിലേക്ക് കയറി വന്ന മത്തായിയോട് തങ്കപ്പൻ ആവേശത്തോടെ പറഞ്ഞു. ദൈവമേ, ഇന്നലെ ഞാൻ കണ്ടതാണല്ലോ അവനെ. സെക്കൻഡ് ഷോയ്ക്ക് പോകണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. വരുന്ന വഴിക്ക് രാത്രി തെമ്മാടിക്കുഴ അടുത്ത് വെച്ച് ചന്ദ്രൻ്റെ മുമ്പിൽ വട്ടം കയറി നിന്നത്രേ. ഭാഗ്യം, സൈക്കിൾ നിർത്താതെ പാഞ്ഞു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പറക്കിയ പോലെ തട്ട് മേടിച്ചില്ല. പുറകെ കുറേ ഓടിച്ചെന്നു. സൈക്കിളിൽ നിന്ന് വീഴ്ത്താൻ നോക്കിയെന്ന്. ഇത് വല്ലാത്തൊരു പ്രശ്നമാണല്ലോ. പേടിച്ചിട്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാതായോ? മത്തായി ആത്മകഥം പറഞ്ഞു. പത്രം മടക്കി വെച്ച് കുറുപ്പേട്ടൻ പറഞ്ഞു.
ഇതങ്ങനെ വിടാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാ ദിവസവും രാത്രി പേടിച്ച് ഒളിച്ചിരിക്കാൻ പറ്റുമോ? നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുക്കാം. തങ്കപ്പൻ ഉറക്കെ ചിരിച്ചു. പ്രേതത്തിനെതിരെ പരാതി കൊടുക്കാനോ? ഗൗരവത്തിൽ കുറുപ്പ് അയാളെ നോക്കി. നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം. പ്രേതമാണെങ്കിലും ഭൂതമാണെങ്കിലും നമ്മൾ നാട്ടുകാരെ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അച്ഛനെയും കപ്പ്യാരെയും നാട്ടുകാരെ എല്ലാം കൂട്ടി ഒരു പരാതി തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ഒപ്പിട്ടാൽ മതി. എന്താ? അത് ശരിയാ, മത്തായി പറഞ്ഞു. എന്തായാലും നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. പോലീസ് പെട്രോളിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാതെ നടക്കാമല്ലോ. ചർച്ച നീണ്ടുപോയി. പലരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. കുറുപ്പേട്ടൻ വിശദമായി പരാതി തയ്യാറാക്കി. ചായക്കടയിൽ ഉണ്ടായിരുന്നവരെല്ലാം അതിനിടയിൽ ഒപ്പിട്ടു. ഇനി എല്ലാവരുടെയും ഒപ്പ് വാങ്ങണം. കുറുപ്പേട്ടൻ ചായക്കടയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഞാനും വരുന്നുണ്ട്. മത്തായി അയാൾക്കൊപ്പം ഇറങ്ങി നടന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. സന്ധ്യയ്ക്ക് ശേഷം ആരും പുറത്തിറങ്ങാതെയായി. നാട്ടിലെങ്ങും പോത്തിൻ കാലിനെക്കുറിച്ചുള്ള ചർച്ചകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ചായക്കടയിലെത്തിയ ചന്ദ്രന് ചുറ്റും ആളുകൾ കൂടിയിരുന്നു. അയാൾ അതിശയകരമായി താൻ കണ്ട ആ കാഴ്ച വിവരിച്ചുകൊണ്ടിരുന്നു. ആരും രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ മുതിരരുത്. കഴിയുന്നതും എല്ലാവരും രാത്രി യാത്ര ഒഴിവാക്കുക. 1-2 പേര് ചേർന്ന് വേണം നടക്കാൻ. പോലീസുകാർ രാത്രി പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. അവർക്കുള്ള എല്ലാ സഹകരണങ്ങളും നമ്മൾ ചെയ്യണം. പള്ളി വികാരി കുർബാനയ്ക്ക് ശേഷമുള്ള പ്രസംഗത്തിൽ വിശ്വാസികളെ അറിയിച്ചു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സന്ധ്യാസമയം ചായക്കടയുടെ മുന്നിലെ ബെഞ്ചിൽ കൈലിയും ടീഷർട്ടും ധരിച്ച് ഒരു ചെറുപ്പക്കാരൻ ഇരുന്നു. ഒരു ചായ. തങ്കപ്പൻ ചോദിച്ചു. ആരാ? മനസ്സിലായില്ല. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എവിടെയാ നാട്? കുറച്ച് ദൂരെയാ. ഇവിടെ തോട്ടത്തിൽ പണിക്ക് വന്നതാ. ഓ, പുതിയ റബ്ബർ വെട്ടുകാരനാ? അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. തങ്കപ്പൻ നൽകിയ ചായ വാങ്ങി ഊതി കുടിച്ചുകൊണ്ട് അയാൾ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. മറ്റുള്ളവർ അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇരുട്ട് പരന്നു തുടങ്ങിയിരിക്കുന്നു. ആളുകൾ കവലയിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചതിന് ശേഷം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് തങ്കപ്പൻ്റെ മുന്നിൽ വെച്ച് അയാൾ പറഞ്ഞു. ഒരു പൊതി ബീഡി വേണം, ഒരു തീപ്പെട്ടിയും. മിഠായി ഭരണികളുടെ മുകളിലേക്ക് ബീഡിയും ബാലൻസ് ചില്ലറയും എടുത്തു വെച്ച് തങ്കപ്പൻ ചോദിച്ചു. എവിടെയാ നിങ്ങളുടെ താമസം? പള്ളിയുടെ അപ്പുറത്ത്. ചായക്കടയിൽ നിന്നവർ ഞെട്ടലോടെ അയാളെ നോക്കി. ബെഞ്ചിന്റെ അപ്പുറത്തിരുന്ന് മത്തായി തലയുയർത്തി നോക്കി. എല്ലാവരും അത്ഭുതത്തോടെ ആ ചെറുപ്പക്കാരനെ നോക്കി നിന്നു. അയാൾ തോളിൽ കിടന്ന തോർത്ത് തലയിൽ കെട്ടി മീശയുടെ തുമ്പ് പിരിച്ചു വെച്ചു. ഒരു ബീഡി ചുണ്ടിൽ തിരുകി. ചുറ്റും അതിശയത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് ബീഡിക്ക് തീ കൊളുത്തി. എന്താ നിങ്ങളുടെ പേര്? ദാസപ്പൻ ചോദിച്ചു. ഒന്നും പറയാതെ അയാൾ ദൂരേക്ക് നോക്കി അലക്ഷ്യമായി നിന്നു. മത്തായി എഴുന്നേറ്റു. ഞാൻ പോവാ തങ്കപ്പൻ ചേട്ടാ, നേരെ സന്ധ്യയാവുന്നു. നല്ല മഴക്കോളം. 2 ഗ്ലാസ് കള്ളു കുടിച്ചിട്ട് വീട്ടിൽ പോകണം. മത്തായി നടന്നു. അയാൾ ചോദിച്ചു. ഇവിടെ എവിടെയാ ഷാപ്പ്? ദാ അയാൾ ഷാപ്പിലേക്കാ, പുറകെ വെക്കൂ. ചെറുപ്പക്കാരൻ മത്തായിയുടെ പിന്നാലെ നടന്നകന്നു. ഇയാളെ കണ്ടിട്ട് എന്തോ ഒരു വശപ്പശകുണ്ട്, ദാസപ്പൻ അടക്കം പറഞ്ഞു. ഷാപ്പിലേക്ക് കയറിയ മത്തായി ബെഞ്ചിൽ സ്ഥാനം പിടിച്ചു. അയാൾക്ക് പിന്നാലെ എത്തിയ ചെറുപ്പക്കാരനും ബെഞ്ചിലിരുന്നു. പുറത്ത് മഴ ചാറി തുടങ്ങി. ഈ പള്ളിപ്പറമ്പിന്റെ അപ്പുറത്താണോ താമസം? ആ ഒഴിഞ്ഞ വീട്ടില്? ഇവിടെ ആദ്യമായിട്ടാണോ? അതെ, ഇന്നലെ രാത്രിയാ വന്നത്. ഒറ്റയ്ക്കാണോ? അതെ. എന്നാ നേരത്തെ പോയിക്കോ. നിങ്ങൾ പോകുന്ന സ്ഥലം അത്ര നല്ലതല്ല. ഇവിടുത്തെ കഥകളൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ.
കള്ളിൻ്റെ കുപ്പികൾ ചന്ദ്രൻ മേശപ്പുറത്ത് നിരത്തി. സംശയം ഉണ്ടെങ്കിൽ യവനോട് ചോദിച്ചാൽ മതി. എന്താ മത്തായി? ചന്ദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇയാൾ പള്ളിക്കപ്പുറത്തെ പറമ്പിലെ പുതിയ നോട്ടക്കാരനാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ പറയായിരുന്നു. നേരത്തെ പോയിക്കൊള്ളാൻ പറഞ്ഞ. അന്തിക്കള്ള് ക്ലാസ്സിലേക്ക് പകർന്ന് അയാൾ ചോദിച്ചു. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ പറയാം. ചന്ദ്രൻ അവൻ കണ്ട കാഴ്ച വിവരിച്ചത് അയാൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അയാളുടെ ചുണ്ടിൽ പുച്ഛത്തിൽ ഒരു ചിരിയുണ്ടായിരുന്നു. കലങ്ങിയ കണ്ണുകളുമായി മത്തായി പറഞ്ഞു. നമ്മൾ പറഞ്ഞതൊന്നും ഈ പുള്ളിക്ക് വിശ്വാസമായിട്ടില്ല. ഇതിലും വലിയ പുച്ഛമായിരുന്നു എനിക്ക്, ചന്ദ്രൻ പറഞ്ഞു. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ആരെ? നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തെ. ആ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ചന്ദ്ര? ഞാൻ പറഞ്ഞില്ലേ, പുള്ളി നല്ല പൂസ. അതാ, കുറച്ചുകൂടി വൈകിപ്പോയാൽ മതി. ഇന്ന് തന്നെ കാണാം. നാളെ പനിച്ചു കിടക്കാതിരുന്നാൽ മതി. നോക്കാൻ പോലും ആരുമില്ല. പുറത്ത് മഴ തകർക്കുകയാണ്. മഴ പെയ്തുകൊണ്ടാവും ഇന്ന് ആൾ തീരെ കുറവാണ്. രാത്രിയാവും. എനിക്ക് ഷാപ്പടച്ച് വീട്ടിൽ പോകണം. അല്ല, നീ ഇപ്പം എങ്ങനെയാ പോകുന്നത് ചന്ദ്ര? നിനക്ക് ആ വഴിയല്ലേ പോകേണ്ടത്? ആ, ഇപ്പം രാത്രി സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ അല്ലേ? പഞ്ചായത്തുകാർ പുതിയ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. ഞാൻ അപ്പുറത്തെ വഴിക്ക് പോകും. 2 കിലോമീറ്റർ കൂടുതൽ സൈക്കിൾ ചവിട്ടാനുണ്ടെങ്കിലും പള്ളി വഴിയുള്ള യാത്ര നിർത്തി. മത്തായി ചിരിച്ചു. മഴ തോർന്ന് നിൽക്കുക. ശരി, ഞാൻ പോവാ. മത്തായി എഴുന്നേറ്റു. നാളെ കാണാം. ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മത്തായി പറഞ്ഞു. നാളെ കണ്ടാ മതിയായിരുന്നു. ചന്ദ്രന് പണം നൽകി. പിന്നെ ഇരുട്ടിലേക്ക് തലയ്ക്ക് മീതെ കൈപ്പത്തി പിടിച്ച് അയാൾ ചാറ്റൽ മഴയിലേക്ക് ഇറങ്ങി നടന്നു. ദൂരെ ഇടിമുഴക്കങ്ങൾ കേൾക്കാം. അല്പസമയത്തിന് ശേഷം കുപ്പി കാലിയാക്കി അയാൾ എഴുന്നേറ്റു. ചന്ദ്രൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഇനി വല്ലതും വേണോ? വേണ്ട, മതി. ഒറ്റയ്ക്ക് പോകണോ അതുവഴി ഈ സമയത്ത്? ഇവിടെ വരെ വന്നത് ഒറ്റയ്ക്കാ. ഞാൻ പോയിക്കൊള്ളാം. താൻ പേടിക്കണ്ട. അടച്ച് വീട്ടിൽ പോകാൻ നോക്കാം. പണം നൽകി അയാൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അയാൾ ഇരുളിലേക്ക് നടന്നു മറയുന്നത് ചന്ദ്രൻ നോക്കിയിരുന്നു. അയാൾ നടക്കുകയാണ്. മഴവെള്ളം റോഡിലെ ചെറിയ കുഴികളിൽ നിറഞ്ഞു നിൽക്കുന്നു. വഴിയരികിൽ ഇലക്ട്രിക് പോസ്റ്റിൽ മങ്ങിയ ബൾബുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്കിലും അരയിൽ നിന്നും ഒരു ചെറിയ ടോർച്ചെടുത്ത് അയാൾ കയ്യിൽ പിടിച്ചു. മത്തായിയും ചന്ദ്രനും പറഞ്ഞ കഥകൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. കുറച്ച് വൈകിപ്പോയാൽ മതി. അപ്പം ഇന്ന് തന്നെ കാണാം. തെളിഞ്ഞു നിൽക്കുന്ന ബൾബിന് ചുവട്ടിൽ അയാൾ കുറച്ചു നേരം നിന്നു. ഒരു ബീഡിക്ക് തീ കൊളുത്തി. പരിസരത്തേക്കെല്ലാം ടോർച്ച് തെളിച്ച് പരിശോധിച്ചു. അത് ഓഫ് ചെയ്ത് അരയിൽ തിരികെ. വീണ്ടും മുന്നോട്ട് നടന്നു. ദൂരെ എവിടെയോ ഒരു നായ ഉറക്കെ കൂവി. റോഡിൽ നിന്നും അല്പം മാറി വർക്കിയുടെ വീട് കാണാം. അരണ്ട ഒരു വെളിച്ചം അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് കാണാം. അവിടം കടന്ന് അയാൾ മുന്നോട്ട് പതിയെ നടന്നു. ചീവീടുകളുടെ ശബ്ദം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. അല്പസമയം കൂടി നടന്നപ്പോൾ ദൂരെ പള്ളിയുടെ മുകളിലെ വെളിച്ചം കാണാറായി. ഉയർന്ന മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന പള്ളിക്ക് ചുറ്റും ഇരുട്ട് വേലി കെട്ടി നിൽക്കുന്നു. അയാൾ വീണ്ടും നടപ്പിൻ്റെ വേഗത കുറച്ചു. തെമ്മാടിക്കുഴിയുടെ അടുത്തേക്ക് നീളുന്ന വഴിയാണ് അതിനിപ്പുറം. ഇടതുവശത്ത് ഇരുവശവും കുറ്റിക്കാടുകൾ നിറഞ്ഞ ഇരുണ്ട വഴി. ആ വഴി കനത്ത ഇരുട്ടിലേക്ക്
നീണ്ടുകിടക്കുന്നു. പോസ്റ്റിൽ നിന്നും ചിതറുന്ന ബൾബിൻ്റെ വെളിച്ചത്തിന് അങ്ങോട്ടേക്ക് എത്താൻ മടിയുള്ളതുപോലെ. അതിനോട് അടുക്കുകയാണ് അയാൾ. വഴിയുടെ തുടക്കത്തിലെത്തിയതും അയാൾ നിന്നു. പരിസരമാകെ വീക്ഷിച്ചു. പിന്നെ അവിടം കടന്ന് മുന്നിലേക്ക് നടന്നു. അയാളുടെ മൂക്കിലേക്ക് അസഹ്യമായ രൂക്ഷഗന്ധം തുളച്ചു കയറി. അടുത്ത നിമിഷം വലിയൊരു ശബ്ദത്തോടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫായി. അരയിൽ നിന്നും ടോർച്ചെടുത്ത് അയാൾ തെളിച്ചു. തൊട്ടുമുന്നിൽ നിൽക്കുന്ന രൂപം കൈകൾ കൊണ്ട് മുഖം മറച്ചു. ആരാ? താടി നീട്ടി വളർത്തിയ ആ രൂപം ചിരിച്ചു. എന്നിട്ട് തല കുനിച്ചു നിന്നു. അയാൾ ടോർച്ച് താഴേക്ക് തിരിച്ചു. കുളമ്പുകളുള്ള പോത്തിൻ്റെ കാൽ. അടുത്ത നിമിഷം അയാൾ ടോർച്ച് വെളിച്ചം മുകളിലേക്ക് ഉയർത്തി വട്ടത്തിൽ ചുഴറ്റി. എന്നിട്ട് പല്ലിളിച്ചു നിൽക്കുന്ന ആ രൂപത്തിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. വലിയൊരു നിലവിളിയോടെ അത് പിന്നിലേക്ക് മറഞ്ഞു വീണു. അതിനെ വലിച്ചുയർത്തി അയാൾ രണ്ട് കൈകളും പുറകിലേക്ക് പിടിച്ച് അമർത്തി വെച്ചു. പള്ളിയുടെ പരിസരത്തു നിന്നും 4-5 പേർ ടോർച്ചുകളുമായി ഓടിയെത്തി. ഒപ്പം കുറെ വിശ്വാസികളുമുണ്ടായിരുന്നു. വീണ് കിടന്ന ആളുടെ കാലിൽ വെച്ച് കെട്ടിയിരുന്ന പോത്തിൻ്റെ തുകലോടുകൂടിയ കാൽഭാഗം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. തങ്കപ്പൻ ചേട്ടൻ്റെ ചായക്കടയിൽ കൂടി നിൽക്കുന്ന ആളുകളുടെ നടുവിൽ കുറുപ്പേട്ടൻ പത്രം നിവർത്തി വെച്ചു. നാട്ടിൽ ഭീകരരൂപത്തിൽ ഭീതി പരത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രിയിൽ വഴിയരികിൽ കാത്തുനിന്ന് ഭയപ്പെടുത്തുകയും നാട്ടിൽ ഭീതി പരത്തുകയും ചെയ്തിരുന്ന 3 അംഗ സംഘത്തെയാണ് വേഷം മാറിയെത്തിയ സബ് ഇൻസ്പെക്ടർ വിജയകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. നാട്ടുകാരുടെ സഹായവും ഇവർക്ക് ലഭിച്ചു. ഈ സംഘത്തിൽ നിന്നും രഹസ്യമായി സൂക്ഷിച്ച ലഹരി വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇടത്തേക്ക് നാട്ടുകാരുടെ സഞ്ചാരം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവർ ഭീകരത സൃഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇവർക്ക് സഹായം നൽകിയ മത്തായി എന്ന പ്രദേശവാസിയെ പോലീസ് തിരയുന്നു. ഇയാൾ ഒളിവിലാണ്. അമ്പട മത്തായി! തങ്കപ്പച്ചേട്ടൻ താടിക്ക് കൈ കൊടുത്തു. എന്നാലും എൻ്റെ മത്തായി, നിനക്ക് കള്ളൊഴിച്ചു തന്ന എന്നോട് തന്നെ നീ ഇത് ചെയ്തല്ലോടാ. 3 ദിവസമാണ് ചേട്ടാ ഞാൻ പനിച്ചു കിടന്നത്. ചന്ദ്രൻ പറഞ്ഞത് കേട്ട് ചായക്കടയിൽ കൂടി നിന്നവർ ഉറപ്പിച്ചിരിച്ചു.